അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ അങ്ങനെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നേപ്പാൾ വിടേണ്ട അവസ്ഥയിലായി. അപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ നേപ്പാൾ വിട്ടു. ഒന്നാമത് നമുക്ക് പ്ലാനില്ലായിരുന്നു വരാൻ. പിന്നെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ABC ആണ്, അന്നപൂർണ്ണ ബേസ് ക്യാമ്പാണ്. അവിടെ കയറണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ജാക്കറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ വേണം. പിന്നെ കുറച്ചധികം ദിവസം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം അല്ലേ. വണ്ടിക്ക് അതിന് എക്സ്ട്രാ ക്യാഷ് കുറേ കൊടുക്കേണ്ടി. പിന്നെ നേപ്പാളിൽ തിരിച്ചു വരാൻ പൈസ ഉണ്ടാവില്ലാത്തത് കൊണ്ടും അതിനോടൊപ്പം എൻ്റെ വ്യക്തിപരമായൊരു കാരണത്താൽ കൂടി അങ്ങനെ അബദ്ധം പറ്റി അല്ലേ. ഇല്ല, അബദ്ധം പറ്റിയാലും നമ്മൾ എന്തായാലും ഇന്ന് അവിടുന്ന് വരും. ഇന്ന് ഇറങ്ങേണ്ട ദിവസമായിരുന്നു അല്ലേ, 8ാമത്തെ ദിവസം. അങ്ങനെ പോവാണ്. നമ്മൾ നേരെ വരുന്ന വഴിക്ക് കണ്ട ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പോകണമെന്ന് ആഗ്രഹിച്ചൊരു പ്ലേസാണ് വാരണാസി. അപ്പോൾ വാരണാസിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ വാരണാസിയിൽ പോകുന്ന സമയത്ത് നമ്മളത് മോട്ടീവ് ആക്കിയത് അല്ലെ, നമ്മളതിലേക്ക് അങ്ങനെ ഒരു സാധനം ചിന്തിപ്പിച്ചത്, അല്ലെങ്കിൽ വരുമ്പോഴേ ആഗ്രഹമുണ്ട് വാരണാസിക്ക് പോകണം എന്നുള്ളതേ. അപ്പോൾ ഫസ്റ്റ് നേപ്പാൾ ആയതുകൊണ്ട് അവിടെ നിന്ന് റിട്ടേൺ ഇപ്പോൾ വന്ന് ഇന്ത്യയിൽ വന്ന് വാരണാസിക്ക് പോവാണ്. അതിനൊരു കാരണം നമ്മുടെ എന്താ പറയുക, യാത്രക്കാരിൽ ഏറ്റവും പ്രചോദനമാകുന്ന നമ്മുടെ സാറാണ് അല്ലേ, സന്തോഷ് ജോർജ് കുളങ്ങര സാറ് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയണ്ടായി, വാരണാസി ഇന്ത്യയിൽ മസ്റ്റായിട്ട് നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ്, കുറെ എക്സ്പീരിയൻസും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കവിടെ ക്യാമറ എത്രത്തോളം അവിടെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് വീഡിയോ കാണിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. മാക്സിമം നല്ല വീഡിയോസ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും. അത് നിങ്ങളെ കാണിക്കും. വാരണാസിയിൽ എന്തൊക്കെയോ കഥകളും എന്താ പറയുക, കൾച്ചറും സ്പിരിച്വലും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മുടെ ഏറ്റവും പഴയ ഒരു നഗരമാണ് വാരണാസി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നാണ് വാരണാസി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്തൊക്കെയൊക്കെ ഒരു സാധനം അവിടെ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷൻ്റെ പുറത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഒരു വ്യത്യസ്തതയുള്ള സ്ഥലം തന്നെയാണെന്നാണ് പറഞ്ഞ് പോയവരും, നമ്മൾ 1-2 ഫ്രണ്ട്സും പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നത് വാരണാസി ശരിക്കും ഒരു വ്യത്യസ്തമായ സ്ഥലമെന്നാണ്. അപ്പോൾ ബാക്കി നമ്മളത് കണ്ടിട്ട് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം അത് പറഞ്ഞത് ശരിയാണെന്നൊക്കെ. ശരിയായിരിക്കും, കാരണം വീഡിയോസും കാര്യങ്ങളും അത്രയും വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മളോട് പറയുന്നതൊക്കെ ഇത് തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ബോർഡറിന് പറയുമ്പോൾ, ബോർഡർ ക്രോസ് ചെയ്യുന്നവർ എനിക്ക് തോന്നുന്നത് സൊണാലി ബോർഡർ അല്ലാതെ മറ്റു ബോർഡറുകൾ ക്രോസ് ചെയ്യുന്നത്. കാരണം സൊണാലി ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഇന്നലെ ക്രോസ് ചെയ്ത ബോർഡർ വേറെ ഒരു ബോർഡറാണ്, ഏതാണെന്ന് അറിയത്തില്ലെങ്കിലും പക്ഷെ ആ ബോർഡർ നല്ല എന്താ പറയുക, അതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി അല്ലേ. ഇന്ത്യക്കാർക്ക് പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ലൈസൻസ് കാണിച്ചാൽ മതി. വണ്ടിയൊക്കെ അവരൊന്ന് നോക്കും, വണ്ടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ പൊക്കി നോക്കും, ചെക്കിങ് ചെറുതായിട്ട് ചെയ്തിട്ട് വിടും. നമ്മൾ യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സ്റ്റിക്കർ അടിച്ചു അല്ലെങ്കിൽ ഫോണൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മുടെ ചാനലുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യാൻ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അവർക്ക് നല്ല എന്താ പറയുക, ഒരു പോലീസ് എന്നല്ല അല്ലെങ്കിൽ പട്ടാളം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറി നിൽക്കില്ല. ഇവിടുത്തെ ട്രാക്ടറാണ് തോന്നുന്നത്. ട്രാക്ടർ കണ്ടിട്ടില്ല ഇതുവരെ. ഇതെന്താ സാധനം? ട്രാക്ടർ തന്നെ അത്. അല്ല, ഇവിടുത്തെ നമ്മളവിടുത്തെ അങ്ങനെയല്ലല്ലോ, വേറൊരു കളറ്, വേറൊരു രീതിയല്ലേ. അതെ, അതോ വേറെ കളറോ? അതിന് കളറിലേ മാറ്റുള്ളൂ, ഇതിന് കുറച്ച് വലിപ്പം കൂടുതലോ. റെഡ് ഇത് നദിയാണെന്നറിയോ? ഇത് നദിയോ ഗംഗയാണോ? അല്ല, ഗാഗ്ര. എന്നിട്ട് ഇത് കണ്ടോ ചോദിച്ചത്? ദാദ്ര നദി. ദാദ്രയോ? ഹിന്ദി ആയതുകൊണ്ട്. ഹിന്ദി ഇല്ല, ഇപ്പം ഇംഗ്ലീഷ് ഉണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എനിക്ക് വണ്ടി പിടിക്കട്ടെ, അതുകൊണ്ടാണ് ഞാൻ നോക്കട്ടെ. ഗാഗ്ര റിവർ. വലിയ റിവറാണ്, പക്ഷെ ഇതിപ്പം വേനൽക്കാലം തന്നെ പറ്റി കിടക്കുന്നത്. അതെ. അവിടെ മാടം കിട്ടിയ ഒരാൾ താമസിക്കുന്നുണ്ട്, കുടുംബം താമസിക്കുന്നുണ്ട്. അതെ. ഇതൊന്നും നീണ്ടു കിടക്കുവാണല്ലോ അല്ലേ. അപ്പുറത്ത് വലിയ എന്തോ ഫാക്ടറി എന്തോ കേരളത്തിൽ പുകയൊക്കെ പോകുന്നുണ്ട്. വിഷപ്പൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പുക പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. പുക പോകുന്നുണ്ട്, യെസ്, ശരിയാണ്. പുക മലിനമാക്കുന്ന സാധനം തന്നെ. അങ്ങനെയൊന്നുമില്ല, എല്ലാം പ്രകൃതിയിലുള്ളതല്ലേ. ഇപ്പോഴേ ഏകദേശം ഒരു മൂഡിലെത്തി. റോഡ് നോക്കാം, എത്ര വലിയ പാലമാണ്, റിവറിനെ ക്രോസ് ചെയ്യുന്ന പാലാണല്ലോ ഇത്ര വലിയ. അതെ, വളരെ മനോഹരമായ റോഡ്. അതൊക്കെ റിവറാണ്, വലിയ റിവറാണ് ആക്ച്വലി. ഇതിപ്പോ പറ്റി കിടക്കാന്നാണ് തോന്നുന്നല്ലേ. യെസ്, ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ.
ബാക്കി തുടർന്നുള്ള കാഴ്ചകളിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വാരണാസി ചെന്നിട്ടില്ല. വാരണാസി ചെന്നിട്ട്. അപ്പം ഇനി ഗൈസ് ഇത് നമ്മൾ വാരണാസി വെച്ചിട്ട് വീട്ടിലാണ് വീഡിയോ എടുത്തതാണ്. ശരി.